അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, മെയ് മാസം 29-ാം തീയതി അൽ അമാൽ അൽ മുസാഇദ എന്ന ശീർഷകത്തിൽ നമ്മുടെ വീടുകളിൽ ആശ്രിതരായി ജോലി ചെയ്യുന്ന സഹോദരങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരോട് മാന്യമായി പെരുമാറുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ജുമാ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഇതരരോട് മാന്യമായി പെരുമാറുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്തൊരുക്കി വച്ചിരിക്കുന്നുവെന്ന് വിചിന്തനം നടത്തുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനിയാണ്. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ അവരുടെ ജീവിത മാർഗങ്ങളിൽ വ്യത്യസ്തരാക്കിയിട്ടുണ്ട്. അവരുടെ കഴിവുകളിലും ശേഷികളിലും അവൻ വൈജാത്യങ്ങളും സംവിധാനിച്ചു. ഇവയെല്ലാം ഓരോരുത്തരും പരസ്പരം പൂരകമാവുന്നതിനും അന്യോന്യം ഉപകാരപ്പെടുന്നതിനും അങ്ങനെ എല്ലാവരുടെയും ജീവിതം വ്യവസ്ഥാപിതവും ലളിതവുമാവുന്നതിനും ആവശ്യങ്ങൾ നിറവേറുന്നതിനും വേണ്ടിയാണത്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. അതായത്, നമ്മളാണ് ഭൗതിക ജീവിതത്തിൽ ജനങ്ങൾക്ക് വിഭവങ്ങൾ വീതിച്ചു കൊടുത്തത്. അവരിൽ ചിലർക്ക് ചിലരെക്കാൾ പല പടികൾ നാം മികവ് നൽകുകയും ചെയ്തു. അത് പരസ്പരം സേവന സന്നദ്ധരാവുവാനും അന്യോന്യം സഹകരിച്ച് ജീവിക്കുവാനുമാണ്. അള്ളാഹുവിന്റെ ഈ സൃഷ്ടി വൈഭവത്തിന്റെ ഭാഗമാണ് അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ വീടകങ്ങളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ. അവർ നമ്മെ നമ്മുടെ വീട്ടിലെ ഭാരങ്ങൾ ചുമക്കുന്നതിന് സഹായിക്കുന്നു. കുടുംബം നിയന്ത്രിക്കുന്നതിന് അവരും പങ്കാളികളാവുന്നു. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. നാം അള്ളാഹുവിനോട് ഏറെ കടപ്പാടു കാണിക്കേണ്ടുന്ന അനുഗ്രഹം. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ കൃതജ്ഞതയുള്ളവരായാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളിൽ വർധനവു നൽകും. അള്ളാഹു നൽകിയ നമ്മുടെ വീട്ടുജോലിക്കാർ എന്ന വലിയ അനുഗ്രഹത്തിന് നാം ചെയ്യേണ്ടുന്ന നന്ദിയുടെ ഭാഗമാണ് അവരോട് നന്നായി പെരുമാറുക. അവർക്കുവേണ്ടി അവരുടെ മനസ്സിനു സന്തോഷം നൽകുന്ന നല്ല പ്രാർത്ഥനകൾ കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട് അവർക്ക് ആശ്വാസം പകരുക എന്നത്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹുവിനോടും നന്ദി കാണിക്കാനാവില്ല. നമ്മുടെ വീട്ടിലെ ജോലിക്കാരോട് നാം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമാണ് അവരുടെ അഭിമാനം നാം സംരക്ഷിക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരുടെ മതമോ രാജ്യമോ പരിഗണിക്കാതെ അവരെ അംഗീകരിക്കുകയും ചെയ്യുക എന്നത്. കാരണം അവർ നമ്മോടൊപ്പം നമ്മുടെ ദൈനംദിന ജീവിത ചുമടുകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ വീടും നാടും രാജ്യവും വിട്ട് നമ്മോടൊപ്പം നിൽക്കുന്നത് അവരുടെ വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുവാനാണ്, അന്നം കുടുംബത്തിന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ്. അവരോട് നന്നായി ഇടപഴകുന്നത് മാന്യന്മാരുടെ ഗുണമാണ്. അവരോട് അനുകമ്പ കാണിക്കുന്നത് ഹൃദയത്തിൽ കരുണയുള്ളവരുടെ സ്വഭാവമാണ്. നമ്മുടെ വീടകങ്ങളിൽ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയുള്ള അനുഭവം അവർക്കു സാധ്യമാക്കുന്നത് യുക്തിമതികളുടെ വിശേഷണമാണ്. പ്രവാചകര് പറഞ്ഞിട്ടുണ്ട്, ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്.
നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആശ്രിതരായി ജീവിക്കുന്നവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അള്ളാഹു അവരെ നിങ്ങളുടെ ജോലിക്കാരാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണോ ഭക്ഷിക്കുന്നത് ആ ഭക്ഷണം അവനു നൽകുകയും നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം അവനും ലഭ്യമാക്കുകയും വേണം. ചുരുക്കത്തിൽ നമ്മെ സഹായിക്കുവാനായി നമ്മുടെ വീടുകളിലുള്ളവർ നമ്മുടെ സഹോദരങ്ങളെ പോലെയാണ്. അവർക്ക് മാന്യമായ ഭക്ഷണവും വൃത്തിയുള്ള വസ്ത്രവും അവർക്കനുയോജ്യമായ വാസസ്ഥലവും മതിയായ സുരക്ഷയും ആരോഗ്യ പരിചരണവും നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവരോട് നാം മാന്യമായി പെരുമാറുന്നതിന്റെ ഭാഗമാണ് അവർക്കു സാധ്യമാകാത്ത ഭാരങ്ങൾ അവരെ ഏൽപ്പിക്കാതിരിക്കുക. ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനാവാത്ത ഭാരങ്ങൾ അവരെ നിർബന്ധിപ്പിക്കാതിരിക്കുക എന്നത്. പ്രവാചകരു പറഞ്ഞിട്ടുണ്ട്, വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനൂഹും. അവർക്ക് മറികടക്കാനാവാത്ത ഭാരങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. ഇനി ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ അതു തീർക്കുവാൻ സഹായിക്കുകയും വേണം. നമ്മുടെ മക്കളെ ശിക്ഷണം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഒരിക്കലും നാം വീട്ടുജോലിക്കാരെ ഏൽപ്പിക്കരുത്. കാരണം മക്കളെ മൂല്യാധിഷ്ഠിതമായി വളർത്തുകയും അടിസ്ഥാന കാര്യങ്ങളിൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വീട്ടുജോലിക്കാർക്ക് നമ്മുടെ വീടിന്റെ ചുറ്റുപാടും മര്യാദകളും സാഹചര്യങ്ങളും അവർ സംരക്ഷിക്കേണ്ടുന്ന സ്വകാര്യതകളും വീട്ടുകാരുടെ ആദരവും കുട്ടികളോടും മുതിർന്നവരോടും പെരുമാറേണ്ടുന്ന മികച്ച ശീലങ്ങളുമെല്ലാം നമ്മുടെ വീട്ടുജോലിക്കാരെ പഠിപ്പിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. മാത്രമല്ല അവരുടെ അവകാശങ്ങൾ നാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. അവരുടെ കൂലി കൃത്യമായി നൽകണം. ഒരിക്കലും അവരുടെ ശമ്പളം പിന്തിച്ചു പോവരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾക്ക് ഞാൻ എതിരാളിയായിരിക്കും അന്ത്യനാളിൽ. ആ കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞ ഒരു വിഭാഗം, റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹു. ഒരാൾ മറ്റൊരാളെ ജോലിക്കാരനായി നിർത്തുകയും എന്നിട്ട് പൂർണ്ണമായി അയാളുടെ സേവനം ഉപയോഗപ്പെടുത്തുകയും ശേഷം അയാളുടെ പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് വീടുകളിൽ ഗാർഹിക തൊഴിലാളികളെ ആവശ്യമുള്ളവർ അത്തരം കാര്യങ്ങൾ ഔദ്യോഗിക ഏജൻസികളിലൂടെ ഉത്തരവാദിത്വങ്ങളും നിബന്ധനകളുമെല്ലാം വ്യക്തമാക്കി അത് തൊഴിലാളിയെയും ബോധ്യപ്പെടുത്തിയ ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ജോലിക്കാരൻ വഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളുമെല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കണം. മാത്രമല്ല നമ്മുടെ വീടകങ്ങളിലെ മക്കളും വീട്ടിലെ രഹസ്യങ്ങളും വീട്ടിലെ ഓരോ സ്വത്തുവകകളും അവന്റെ കൂടി ഉത്തരവാദിത്വവും അമാനത്തുമാണെന്നും നാം അവരെ ഓർമ്മപ്പെടുത്തണം. ആ അമാനാത്തുകൾ കൃത്യമായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് ജോലിക്കാരന്റെ കൂടി ബാധ്യതയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഉത്തരവാദിത്വങ്ങൾ അതർഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായി ചെയ്തു വീട്ടുവാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതേസമയം ജോലിക്കാരും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി വൃത്തിയോടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രവാചകർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് സമ്പൂർണമായി കൃത്യതയോടെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ജോലിക്കാർ ഒരു കാരണവശാലും തങ്ങളുടെ ജോലിയിൽ വഞ്ചനയോ ചതിയോ ചെയ്യാൻ പാടില്ല. മൻ ഗശ്ശന ഫലൈസ മിന്ന എന്നത് പ്രവാചകരുടെ അധ്യാപനമാണ്. നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വീടിന്റെ പവിത്രത സംരക്ഷിക്കുകയും സ്വകാര്യത സൂക്ഷിക്കുകയും വീട്ടിലെ തനിക്കു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കണ്ണു തിരിച്ചു കളയുകയും ചെയ്യുക എന്നതും ജോലിക്കാരന്റെ ബാധ്യതയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. സത്യവിശ്വാസികൾ കണ്ണ് അടച്ചുകൊള്ളട്ടെ. വീട്ടിൽ താനുമായി ബന്ധമില്ലാത്ത സംസാരങ്ങൾ ജോലിക്കാർ ശ്രദ്ധിക്കരുത്. വീട്ടിലെ സ്വകാര്യതകൾ പരതുകയോ
രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുകയോ ഫോട്ടോകൾ അനാവശ്യമായി എടുക്കുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലാ തജസ്സസു, അതായത് നിങ്ങൾ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. ജോലിക്കാർ സമൂഹത്തിന്റെ രീതികളെ ബഹുമാനിക്കുകയും രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കുകയും വേണം. അത് ഉടമ്പടി പാലിക്കുന്നതിന്റെ വാഗ്ദാന പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? സത്യവിശ്വാസികളെ, ഒരാൾ ശരിയായ കാഴ്ചപ്പാടും സമ്പൂർണ്ണ ബോധവുമുള്ളവനാണ് എന്നതിന്റെ ലക്ഷണമാണ് തന്റെ സ്വന്തം വീട്ടിലേക്കുള്ള ജോലിക്കാരെ അംഗീകൃത ഏജൻസികളിൽ നിന്നും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യപ്പെടുക എന്നത്. അത് നമ്മുടെ സ്വത്തിനും വീടിനും അവകാശങ്ങൾക്കുമുള്ള സംരക്ഷണമാണ്. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നോ അനധികൃത ഇടനിലക്കാരിലൂടെയോ നാം വീട്ടുതൊഴിലാളികളെ കണ്ടെത്തരുത്. നമ്മുടെ വീട്ടിന് പ്രതിസന്ധികളില്ലാതിരിക്കാൻ ഏറ്റവും അഭികാമ്യം അതാണ്. നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ലാ ളററ വലാ ളിറാർ, നാം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങുകയോ നമുക്ക് വന്നു ചേർന്ന ഒരു ബുദ്ധിമുട്ടിനെ മറ്റൊരു ബുദ്ധിമുട്ടുകൊണ്ട് എതിരിടുകയോ ചെയ്യരുത്. ഈ മഹത്തായ രാജ്യത്ത് വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ കാര്യങ്ങൾ വ്യവസ്ഥാപിതമാക്കുകയും ഉടമ്പടികൾ കൃത്യമാക്കുകയും അവരെ ചൂഷണം ചെയ്യുന്നത് തടയുകയും അവരുടെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്യുന്ന സമ്പൂർണമായ നിയമവ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുണ്ട്. രാജ്യനേതൃത്വത്തിന്റെ ഈ മഹത്തായ ശ്രമത്തെ നാം വിലമതിക്കുകയും അവരോട് കൃതജ്ഞത കാണിക്കുകയും ആ നിയമങ്ങൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അവയ്ക്കെതിരു പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ വീടുകൾ സുരക്ഷിതമായിരിക്കട്ടെ, നമ്മുടെയും അവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.